ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അനൂസ് എഡ്യു ഹബ്. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസിൽ മിഡീവൽ ഇന്ത്യ എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ത്രോട്ട് ഇഷ്യൂസ് ഉണ്ട്, ഇതുവരെ മാറിയിട്ടില്ല. എന്തെങ്കിലും വോയിസ് ക്ലാരിറ്റിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ കമൻസ് ത്രൂ എന്നെ അറിയിക്കാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ക്രിയേറ്റ് എ ഡിജിറ്റൽ ആൽബം by collecting pictures related to the cultural contributions of the Vijayanagara period and present it in the class. അതായത് വിജയനഗര കിങ്ഡത്തിലെ പീരീഡിൽ ഉണ്ടായിരുന്ന കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ്, കൾച്ചറലായിട്ടുള്ള ഓരോ കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ, അത് ഒരു ഡിജിറ്റൽ ആൽബം മീൻസ് ഒരു ഫോട്ടോ ആൽബമായിട്ട് പിക്ചേഴ്സ്, അതായത് കുറച്ച് ഫോട്ടോസൊക്കെ ആയിട്ടുള്ള ഒരു ആൽബം കുറേ ഒരു ബുക്കിൽ ഒട്ടിച്ചിട്ട് അതിനെക്കുറിച്ച് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ദ അച്ചീവ്മെൻറ്റ്സ് ഇൻ വേരിയസ് ഫീൽഡ്സ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് അക്ബർ ആൻഡ് കൃഷ്ണദേവരായ വെർ എക്സംപ്ലറി. എന്ന് പറഞ്ഞാൽ പല ഫീൽഡ്സിലും പല തലങ്ങളിൽ കൃഷ്ണദേവരായയുടെ പീരീഡിലും അക്ബറിൻ്റെ കാലത്തും ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. അത് വളരെ മാതൃകാപരമായിട്ടുള്ളതായിരുന്നു. മീൻസ് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്നതായിരുന്നു. കമ്പയർ ദെയർ കോൺട്രിബ്യൂഷൻസ് ബേസ്ഡ് ഓൺ ദ ഗിവൻ ക്ലൂസ് ആൻഡ് ഓർഗനൈസ് എ സെമിനാർ. അതായത് രണ്ടുപേരുടെയും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അവരുടെ ഓരോ കോൺട്രിബ്യൂഷൻസ് അവർ ആ പീരീഡിൽ തന്നിട്ടുള്ള അതിന് തങ്ങളുടെ താരതമ്യം ചെയ്യാനാണ് പറയുന്നത്. ഗവേണൻസ്, കൾച്ചർ, വെൽത്ത്, ജസ്റ്റിസ്, ഈ 4 തലങ്ങളിൽ, ഈ 4 ഫീൽഡ്സിലും അവരുണ്ടാക്കിയിട്ടുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസാണ് ചോദിക്കുന്നത്. ഗവേണൻസ്: അക്ബറിൻ്റെ ഗവേണൻസ് ആണ് നോൺ ഫോർ ഹിസ് എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ലാൻഡ് റവന്യൂ സിസ്റ്റം, ഹിസ് പോളിസി ഓഫ് റിലീജിയസ് ടോളറൻസ്, എബോളിഷൻ ഓഫ് ജാസിയ, ഹിസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മൻസാബ്ദരി സിസ്റ്റം ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അടുത്തതായി അദ്ദേഹത്തിൻ്റെ വെൽത്ത്: ഹിസ് എംപയർ വാസ് എക്കണോമിക്കലി പ്രോസ്പെറസ് ഡ്യൂ ടു എഫിഷ്യൻറ്റ് ലാൻഡ് റവന്യൂ കളക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ്. ദ മുഗൾ എംപയർ അണ്ടർ ഹിം വാസ് വൺ ഓഫ് ദ വെൽത്തിയസ്റ്റ് ഓഫ് ഇറ്റ്സ് ടൈം. Cultural field: during his period, Mahabharata was translated into Persian, which shows his interest in art and literature and an example of Mughals blending with Indian culture. This fusion of Indian architectural style with the Persian style also happened during his reign. Justice field: it was during Akbar's regime an administrative order like a structure was effectively formed. He established a system of justice with local scholars, Qasi. Ministers and heads were appointed to advise king on administrative matters. Next, Krishnadevaraya in governance field. There was a highly centralized administration during his regime. He formed a well-organized military, Amaranayaka, to control and to expand his territory. He implemented systematic taxation. Next, wealth. The Vijayanagara Empire flourished economically under his rule. Whose rule? Krishnadevaraya. Land revenue was a primary source of income in the country. He promoted agriculture and foreign trade, which made the country rich and prosperous. Next, in the field of culture, he had extraordinary erudition. He promoted art, sculpture, architecture, and music. Dravidian style of sculpture was dominant during his period. Then, in the field of justice, known for his just rule and his efforts to ensure law and order throughout his empire. Just rule എന്ന് വെച്ചാൽ സത്യസന്ധമായ.
He personally intervened in cases to deliver justice. അടുത്ത third question. Complete the table by comparing the common features of the Mughal and Vijayanagara administrative system. അതായത് മുഗൾ സാമ്രാജ്യത്തിൻ്റെയും വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അവരുടെ ഭരണ രീതിയുണ്ടല്ലോ അതിനെ കമ്പയർ ചെയ്യാനായിട്ട് അതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ചില കാര്യങ്ങളുണ്ടായിരുന്നു. മീൻസ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നാലും കൾച്ചേഴ്സ് ആയിരുന്നാലും അങ്ങനെ പല കാര്യങ്ങളിലും അവർക്കൊരു കോമൺ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്നാണ് കമ്പയർ ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ രണ്ട് കിങ്ഡത്തിൻ്റെയും കോമൺ ഫാക്ടേഴ്സ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി ഓർഗനൈസേഷൻ, ടാക്സേഷൻ സിസ്റ്റം, പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കളക്ട് പിക്ചേഴ്സ് ആൻഡ് make a class presentation about the integration that took place in various fields during the Mughal rule. മുഗൾ കാലഘട്ടത്തിൽ പല സെക്ടേഴ്സിൽ അല്ലേ പല അതായത് വേരിയസ് ഫീൽഡ്സിൽ എന്താണ് ഒരുപാട് ഇൻ്റഗ്രേഷൻസ് എന്ന് വെച്ചാൽ ഏകീകരണം അതായത് രണ്ട് ഫ്യൂഷൻ സംഭവിച്ചു. അത് ഏതൊക്കെ തലങ്ങളിലാണ് അതിൻ്റെ പിക്ചേഴ്സും പിന്നെ അതിനെക്കുറിച്ച് ക്ലാസ്സിലൊരു പ്രസൻറ്റേഷനും ചെയ്യാനാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ചെല്ലാം നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതായത് മുഗൾ പീരീഡിൽ അക്ബർ ചക്രവർത്തി മഹാഭാരത പേർഷ്യൻ ലാംഗ്വേജിലോ മഹാഭാരത ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ എന്താണ് ഹിന്ദു അങ്ങനെ പല റിലീജിയൻസ് ഇന്ത്യയിലുള്ള പല റിലീജിയൻസിൽ നിന്ന് അതിൻ്റെ നല്ലത് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പുതിയൊരു റിലീജിയൻ ഫോം ചെയ്തു. പിന്നെ ആർക്കിടെക്ചറൽ സൈഡിലായിരുന്നാലും പിന്നെ ആർട്ടിലായിരുന്നാലും ലിറ്ററേച്ചറിലായിരുന്നാലും അദ്ദേഹം ഫ്യൂഷൻ ചെയ്തു. ഇന്ത്യൻ കൾച്ചറുമായിട്ട് അദ്ദേഹം ഫ്യൂഷൻ ചെയ്തു. ഇതെല്ലാമാണ് ഈ പറയുന്ന ഇൻ്റഗ്രേഷൻ ഏകീകരണം എന്ന് പറയുന്നത്. ഓക്കെ കിഡ്സ്, എല്ലാവർക്കും എൻ്റെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എൻ്റെ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്